കേരള ടു മനാലി പാർട്ട് 6 കഴിഞ്ഞതിൽ കണ്ടത് നമ്മൾ ബുന്ദറിന്ന് ഗർസ വന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് പൽഗിയിലേക്ക് പോവുകയാണ്. മാസീബ്ക്ക് നമുക്കൊരു വണ്ടി ഒക്കെ അറേഞ്ച് ചെയ്ത് തന്ന് മേലെ ഇനി ഒരു 15 കിലോമീറ്റർ നമ്മൾ ഓഫ് റോഡ് പോകണം. അത് അവിടുത്തെ വണ്ടിയായിട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഒരു വണ്ടി നമുക്ക് റെഡിയാക്കി തന്ന്. ആ കാണുന്ന മലയിൽ എവിടെയോ ഒരു സ്ഥലത്താണ് പൽഗി ഉള്ളത്. പൽഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. പൽഗി ഞാനില്ല പറഞ്ഞുതരാം, പൽഗി കാണുമ്പോൾ പറഞ്ഞുതരാം. വഴിയിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ വേറെ ഏതോ ഒരു ലോകത്ത് എത്തുന്ന ഒരു ഫീലാണ്. അത് എന്തായാലും ഈ ക്യാമറേൻ്റെ കണ്ണുകൾ കൊണ്ട് ഒരിക്കലും അതിനെ നിങ്ങൾക്ക് എത്രത്തോളം ആക്കിത്തരാൻ പറ്റുന്നില്ല. നിങ്ങളെന്തായാലും ഈ ലൊക്കേഷനിലൊക്കെ പോകണം. ഇതിൻ്റെ ഡീറ്റെയിൽ, ഇത് എങ്ങനെ പാക്കേജ് ബുക്ക് ചെയ്യുക, ആർക്കാണ് വിളിക്കേണ്ടതെന്നൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളത് നോക്കിയിട്ട് ഇതാക്കിയാൽ മതി. നിങ്ങൾക്ക് പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഈ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യണം. ഇങ്ങനെ ഒരുപാട് ഗ്രാമങ്ങൾ മനാലിയിലുണ്ട്, ഒറ്റപ്പെട്ട് കിടക്കുന്ന. അവിടെ എത്തുന്നതും അവിടെ പോകുന്നതും അതിനൊക്കെ അവിടെ ഭയങ്കര രസമുള്ള ഒരു എക്സ്പീരിയൻസ് ആവും. നിങ്ങൾ മനാലി എന്തിന് പോകണം എന്നുള്ളത്. കാരണം ഹിമാലയൻ മലകൾ ചുറ്റി കിടക്കുന്ന മനാലിയിൽ ജസ്റ്റ് മനാലി മാത്രം കണ്ടു പോവുക ശരിയല്ല. ഈ മലകളിലുള്ള ജീവിതം നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്തുള്ള ജീവിതം. നമ്മൾ ഈ ഒരു 15 കിലോമീറ്റർ ട്രക്ക് ചെയ്ത് മേലെ പോയിട്ട് ഒരു ചെറിയൊരു ഗ്രാമം, അവിടെ ഒരു കടകൾ പോലും ഇല്ലാത്തൊരു ഗ്രാമം. സ്കൂളിന് അവർക്ക് 15 കിലോമീറ്റർ താഴെ ട്രക്ക് ചെയ്ത് വരണം. നമുക്ക് എന്തായാലും അതിനെ പറ്റിയിട്ടൊക്കെ കാണാം. ഈ യാത്ര അടിപൊളിയായിരുന്നു. ചില സ്ഥലങ്ങളിലൊക്കെ മണ്ണിടിച്ചിലും ചെറിയ നേരിയ റോഡാണ്. ഒരു വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ബ്ലോക്കാവും. അങ്ങനത്തെ റോട്ടിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വളരെ എക്സൈറ്റഡ് ആണ്. ഇതിൻ്റെ ഓരോരോ സ്റ്റെപ്പ് മുന്നോട്ട് പോകുമ്പോഴും അതിൻ്റെ പുറത്തത്തെ വ്യൂ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ട് എന്ത് മൈൻഡിൽ വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മളതായ ഒരു താഴേക്ക് ഓരോരോ ഗ്രാമങ്ങൾ, ഇങ്ങനെ ചെറിയ ചെറിയ ഗ്രാമങ്ങളുണ്ടായിരുന്നു. ആ ഗ്രാമങ്ങൾക്ക് തന്നെ ഒറ്റപ്പെട്ട വീടുകൾ അതൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മൾ കടന്നു പോയാണ്. നിങ്ങൾ കാണുന്നുണ്ടാവും മേലെ കാണുന്നതൊക്കെ ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ്. അപ്പോൾ കുറച്ച് മലൻ്റെ മേലൊക്കെ കയറുന്നതനുസരിച്ച് ഓരോരോ ടൈമും നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കാനില്ല. ഓരോരോ മിനിറ്റും നമ്മൾ ഒരു 100 മീറ്റർ കടന്നു കഴിഞ്ഞാൽ ഓരോരോ വ്യൂ ആണ്. കണ്ണിൽ നമ്മൾ എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കണം എന്നറിയില്ല. അത്രക്കും ഡ്രൈവർ അടിപൊളിയാണ്. സാഹസം കാണിക്കുക ഇതിലിങ്ങനെ പോകുന്ന വിധങ്ങളൊക്കെ. ഇതിൽ നമുക്ക് കൂടുതലൊന്നും പറയാനില്ല. ഈ വ്യൂ കാണുക എന്നാണ്. അപ്പോൾ നിങ്ങൾ ഈ വ്യൂ ഒക്കെ കുറച്ച് നേരം കണ്ടിട്ട്, ഇതൊരു ലെങ്തി വീഡിയോ ആണ്. ഏകദേശം ഒരു അരമണിക്കൂറോളം ഈ വീഡിയോ ഉണ്ട്. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് കാണുന്ന ഈ ഇങ്ങനെ ഹൈറ്റ് ഇങ്ങനെ കൂടി വരുന്നതനുസരിച്ചിട്ട് എഡിജ് എനിക്ക് ഇതായി വരികയാണ്. 15 കിലോമീറ്റർ മേലെ, ഏകദേശം 8000 അടി മേലേക്കാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ റോഡാണ്. ഇതിൽ ബസ് റൂട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കോമഡി. ഇതിൽ കൂടെ രാവിലെയും വൈകിട്ടുമായിട്ട് 2 ബസ് സർവീസ് നടത്തുന്നുണ്ട് ഇവരെ ലോക്കൽ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടല്ലോ ബസ്സിൻ്റെ ഒരു ഈ മരമൊക്കെ വെട്ടിയിട്ട് ഇതേമാതിരി നടന്ന് മേലൊക്കെ കയറുക. നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല എത്ര ഇങ്ങനെ കയറണമെന്നുള്ളത്. ഇങ്ങനെ 15 കിലോമീറ്റർ ഡെയിലി കയറുന്നവരും ഇറങ്ങുന്നവരുണ്ട്. നിങ്ങൾ എത്ര പേര് മനാലി പോയിക്കാണ്? പൽഗിയിൽ ആർക്കെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യും. നമുക്ക് ആരെങ്കിലും ഒരാൾ പോയിട്ട് അവരും കൂടി ഇതിന് പറയണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ വീഡിയോസ് ഇങ്ങനെ ഒഴിവാക്കാതെ അപ്ലോഡ് ചെയ്യണത്. ഒരാളെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് പൽഗിയിലെത്തിയാൽ പൽഗി കണ്ടിട്ട് അതിൻ്റെ ഒരു കമൻറ്റ് കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ പോയ എൻ്റയർ ഈ ജേണി സക്സസ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആർക്കെങ്കിലും പോകാൻ അങ്ങനെ പ്ലാൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുന്നേ പോയവരുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യും ഈ പൽഗീനെ പറ്റിയിട്ട്. കുറച്ച് നമുക്ക് ഇമോഷണലി ടച്ചായിട്ടുള്ള ഒരു ഗ്രാമം കൂടിയാണ്. ഞാൻ വീണ്ടും പറയാം, നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ബസ്സിന് സൈഡ് കൊടുക്കുകയാണ്. നേരെ അപ്പുറത്ത്
ഒരു ബസ് വന്ന് പിന്നെ ഡ്രൈവർ ഒന്ന് ഇറങ്ങിയിട്ട് അവരെ കുടുംബക്കാരോട് എന്തൊക്കെ കുശലൊക്കെ ചോദിച്ച് അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതിവിടുത്തെ ഒരു സ്കൂളാണ്. സ്കൂളിൻ്റെ ഒക്കെ ഒരവസ്ഥ നോക്കി. അപ്പോൾ നമ്മൾ കേരളത്തിനൊക്കെ എത്രത്തോളം നമ്മൾ കുറ്റം പറയുന്ന ഈ സ്കൂളിൻ്റെ ഒക്കെ അവസ്ഥ. നമ്മൾ കേരളം എന്നും സ്വർഗമാണ്, സ്വർഗം. ഡ്രൈവർമാർ ഒരു രക്ഷയില്ല, ആള് പുലിയാണ്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് റോഡ് വളരെ മോശമാണ്. പിന്നെ ഇനി ഒരു ഓഫ് റോഡ് സെറ്റപ്പാണ് ഉള്ളത്. ഇനിയാണ് ഈ ഡ്രൈവറിൻ്റെ കലാവിരുന്നുകൾ വരാനുള്ളത്. നിങ്ങളെന്തായാലും ഇത് കാണണം. നമ്മൾ ചില സ്ഥലത്തൊക്കെ ഒന്ന് സ്റ്റക്കായി പോയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. മനസ്സുകൊണ്ട് അയ്യോ വീണ് പോകുമെന്ന്. ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറിനനുസരിച്ചിട്ട് എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യുക, എപ്പോൾ വേണമെങ്കിലും വെള്ളപ്പൊക്കമാവാം, റോഡ് ക്ലോസ് ചെയ്യുക. ഇപ്പോൾ പോകുന്ന സ്ഥലത്തുകൾ തന്നെ നമ്മൾ കാണുന്നുണ്ട്. ഒരുപാട് സ്ഥലത്ത് മണ്ണിടിച്ചിട്ട് അത് റെഡിയാക്കിയിട്ട് അതിൻ്റെ മേലെ കൂടെ വണ്ടി പോകുന്നുണ്ട്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഇതിൻ്റെ മണ്ണിടിയ. അപ്പോൾ അതിങ്ങനെ പറയുന്നുണ്ട്. നമ്മൾക്കതൊരു നിസ്സാരമായിട്ടാണ് നമ്മൾ കണ്ടിരുന്നത്. പോകുന്ന വഴിയിൽ ഓരോരോ രംഗങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് എത്രത്തോളം ഇതിന് ഇവർ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ ഇനി അങ്ങോട്ട് ഇങ്ങനെ നമുക്കൊരു 15 കിലോമീറ്റർ എന്ന് പറഞ്ഞല്ലോ, 15 കിലോമീറ്ററിൻ്റെ മേലെ ഇതേ ഒരു സിറ്റുവേഷനിൽ പോയിട്ടുണ്ടായിരുന്നു. ഇനി റോഡൊക്കെ ചെറുതായി വരുന്നുകൊണ്ടിരിക്കുകയായിരുന്നു മേലെ പോകുന്നതിനനുസരിച്ചിട്ട്. ഈ സൈഡിൽ ഇരുന്നുകൊണ്ടാണ് വ്യൂ ഇങ്ങനെ കിട്ടുന്നത്. ആ സൈഡിൽ വളരെയധികം താഴ്ചയുള്ള സ്ഥലം കേട്ടോ. ഇനി നേരെ തിരിഞ്ഞു വരും, അപ്പോൾ കാണിക്കാം. ഇതൊക്കെ മണ്ണിടിഞ്ഞിട്ട് ലെവലാക്കിയതാണ്. ഈ കല്ലുകളൊക്കെ നമ്മൾ ഈ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നു, നമ്മൾ വോയിസ് ആയാലും വീഡിയോ ആയാലും നമ്മൾ ഒരു പ്ലാൻഡ് അല്ലായിരുന്നു. അപ്പോൾ ഒരു റാൻഡമായിട്ട് ചെയ്യുകയാണ്. ഒരുപാട് പോരായ്മകളുണ്ട്. എന്തായാലും നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങൾ ഈ കാണുന്നതൊക്കെ മണ്ണിടിച്ചിലിൽ വന്ന കല്ലുകൾ മാറ്റിയിട്ടൊക്കെയാണ്. നിങ്ങൾക്കിപ്പോൾ കാണാം, ഈ സൈഡൊന്നാകെ മണ്ണിടിഞ്ഞ് പോയതാണ്. ഒരു സൈഡൊന്നാകെ പോയത് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഇത് ഇങ്ങനെ കാണുമ്പോൾ ആ ഭീകരത മനസ്സിലാവണില്ല. പക്ഷേ ഇതൊക്കെ ഈ സൈഡൊക്കെ മണ്ണിടിഞ്ഞ് പോയതാണ്. നമ്മളതിൻ്റെ ഉള്ളിൽ ഇരുന്ന് താഴേക്ക് നോക്കുമ്പോൾ ഇതിപ്പോൾ ടയർ എവിടെ നിൽക്കുന്നതെന്ന് കാണുമ്പോഴേ വീണ് പോകുമെന്നുള്ളൊരു ഫീല് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾ ഈ ചെയ്യുന്ന വീഡിയോസിന് ഒരുപാട് പോരായ്മകളുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഈ പ്രാവശ്യം നിങ്ങൾ നമ്മളോട് ക്ഷമിക്കും, നമ്മൾ സപ്പോർട്ട് ചെയ്യും. അടുത്തത് ഫുൾ പ്ലാൻഡായിട്ട് നമ്മൾ ചെയ്യും. എക്സാക്റ്റായിട്ട് എങ്ങനെ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയ ലെവലിൽ നമ്മൾ ഇൻസ്റ്റൻ്റ് പ്ലാൻ ചെയ്തിട്ടാണ് എടുത്തുകൊണ്ട് ഇതിങ്ങനെ ഈ ഒരു ഫ്രെയിമിൽ നമുക്ക് കിട്ടിയത്. നിങ്ങളിതൊന്ന് കണ്ടോക്കണേ. നമ്മൾ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ കാണുന്ന വ്യൂവിൻ്റെ 3 ഇരട്ടി ഹൈറ്റ് ഉണ്ടാവും എന്തായാലും ഇത്. അപ്പോൾ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഈ സപ്പോർട്ടില്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഈ വീഡിയോസ് ഇടുന്നത് ലെങ്തി വീഡിയോസ് എങ്ങനെയെങ്കിലും യൂട്യൂബിലിടണം എന്നുള്ള ഒരു കാരണം കൊണ്ടാണ്. പിന്നെ അതുമല്ല, ഈ വീഡിയോസ് നമുക്ക് ഒഴിവാക്കാനും തോന്നുന്നില്ല. അത്രക്കും നമ്മൾ എഫേർട്ട് ചെയ്തിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയെങ്കിലും നിങ്ങളിൽ എത്തിക്കണം എന്നുള്ള കാരണം കൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അടുത്ത സീസണ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പറ്റിയിട്ട് ഇതെങ്ങനെ പോകണം എന്നുള്ളതോ ഇതൊക്കെയാണ് ചെയ്യാൻ ഇതേണ്ട. എല്ലാ ഡീറ്റെയിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾ സർ മൗണ്ടൻ ഹിമാലയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇസാഖ് ഭായിനൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. A to Z എവിടേക്കാണ് എങ്ങനെയാണോ നിങ്ങൾക്ക് പ്ലാന് വേണ്ടത് അതുമാതിരി അവർ സെറ്റ് ചെയ്ത് തരും. അത് മൂപ്പരാൾ അവിടെ പോയി കണ്ടിട്ട് അവരായിട്ട് ഓക്കെ സ്ഥലത്തേക്ക് മാത്രമേ ആൾ പോവുള്ളൂ. അത്രക്കും
കോൺഫിഡൻസ് ആണ് നിങ്ങൾക്ക് കണ്ട് പോയാൽ വെർത്താണെന്നുള്ളത്. നിങ്ങൾ കൊടുക്കുന്ന ക്യാഷിൽ അത് അത്രയും വെർത്തായിട്ട് അവർ സർവീസ് ചെയ്തുകൊണ്ടിരിക്കും. എന്തായാലും അവരെ കോണ്ടാക്ട് ചെയ്യാൻ മറക്കണ്ട. ഈ ഡ്രൈവറാണെങ്കിൽ ഇടയ്ക്കും തിലക്കൊക്കെ നിർത്തിയിട്ട് എല്ലാവരോടും സംസാരിക്കുന്നുണ്ട്. അത് അവർ പറഞ്ഞത് അവരെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലൊക്കെ ആണ്. എല്ലാവരും ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബക്കാരാണ്. നിങ്ങൾ ഈ വ്യൂ ഒക്കെ ഒന്ന് കണ്ടു നോക്കി. ഇതൊക്കെ ഇനി മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലം കേട്ടോ. നമുക്ക് ഇവിടുന്ന് മഞ്ഞ് കിട്ടിയില്ലെങ്കിലും ഇവിടുന്ന് മഞ്ഞ് വീണിട്ടില്ലായിരുന്നില്ല. ഒന്നാകെ മഞ്ഞിൽ മൂടിക്കിടക്കുന്ന സ്ഥലം, എല്ലതും വെള്ള കളർ ആവേണ്ടതാണ്. അപ്പോൾ ആവേണ്ട സ്ഥലമാണ്. നമുക്ക് കിട്ടിയിട്ടില്ല, പക്ഷെ അങ്ങനത്തെ ആവുന്ന സ്ഥലമാണ്. ഫുള്ള് മഞ്ഞിൽ മൂടുന്ന സ്ഥലം. അങ്ങനെ നമ്മൾ പൽഗിയിലെത്തി. ഇതാണ് പൽഗീൻ്റെ എൻട്രൻസ്. നിങ്ങൾക്കൊരു ഗ്രാമത്തിൻ്റെ എൻട്രൻസ് എങ്ങനെ നിങ്ങൾ ഇമാജിൻ ചെയ്യുക? നമ്മളൊരിക്കലും ഇങ്ങനൊരു എൻട്രൻസ് നമ്മൾ ഇമാജിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഡ്രൈവറിനോടൊക്കെ ബായ് പറഞ്ഞിട്ട് ഇനി 2 ദിവസത്തിന് നമ്മൾ ഇവിടെയാണ്. നമുക്ക് ഇവിടെ കഴുതകളാണ് ഫസ്റ്റ് കണ്ട വ്യൂ കേട്ടോ. കഴുത നല്ല ചുരുക്കുള്ള കഴുതാണ്. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നമായിട്ടുള്ള കഴുതകളില്ല. അങ്ങനെ നമ്മളിവിടെ എത്തി. ഇതാണ് അസീബ് ആണ് ഇവിടുത്തെ ഈ കോട്ടേജ് ഓൺ ചെയ്തിട്ടുള്ളത്. ആള് നിലമ്പൂരുകാരനാണ്. നാട്ടിൽ നിന്നൊക്കെ ഇപ്പോൾ ഇവിടെയാണ് ആൾ അധികമായിട്ടും സ്റ്റേ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ നേരെ നടന്ന്, ഇതാണ് ഈ ഗ്രാമത്തിൻ്റെ എൻട്രൻസ്. ഒരു ഗ്രാമത്തിൻ്റെ എൻട്രൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളത് ചിന്തിക്കാൻ പോലും. നമ്മൾ ഫസ്റ്റ് കണ്ടപ്പോൾ നമുക്ക് ഇതെന്താ ഇങ്ങനെയെന്നുള്ളൊരു ഇങ്ങനെയുണ്ടല്ലോ. ഇതാണ് പൽഗി വില്ലേജ്. ഇവിടെ ചെറിയ ചെറിയ വില്ലേജുകളുണ്ടാവും. അതിൽ ഒരു മലയോര ഗ്രാമങ്ങൾ എന്നാണ് ഇവരെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഇവിടെ ഈ കാണുന്ന വീട്ടിൽ പരിപാടിയാണ് എന്നുവെച്ചാൽ ഇവിടുത്തെ കുട്ടി പ്രസവിച്ചിട്ട് അതിൻ്റെ നമ്മൾ 15 എന്നൊക്കെ പറയില്ലേ, 14 അങ്ങനെ എന്താ പറയുമല്ലോ, മുടി കളച്ച് എന്നൊക്കെ പറയും നമ്മളിതിൽ. ആ പരിപാടിയാണ്. അതിനാണ് അതിൻ്റെ പരിപാടിൻ്റെ വിശേഷങ്ങളൊക്കെ അടുത്തതിൽ പറയാം. ഞാൻ അവിടെ 2 ദിവസം ഇവിടെ ഉണ്ടല്ലോ. ഒരു പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2-3 ദിവസമൊക്കെ പരിപാടി നടക്കും. അത് എന്ത് പരിപാടി ആയാലും. അപ്പോൾ ഇതാണ് ഗ്രാമത്തിൻ്റെ ഇതിൽ കൂടെ നടന്നു പോകുന്നത്. നമ്മൾ ഇവിടുന്ന് ഏകദേശം കുറച്ച് നടക്കാനുണ്ട്, കുറച്ചധികം നടക്കാനുണ്ട് മേലേക്ക്. ഇവിടുത്തെ കുട്ടികളൊക്കെ അവിടെ നിൽക്കുന്ന ഈ വ്യൂ ഒന്ന് നോക്കുകയാണെങ്കിൽ ഒരു വീട്ടിൻ്റെ സൈഡിൽ നിന്ന് കാണുന്ന വ്യൂ ആണ്. നമ്മൾ കോട്ടേജിനെ അടുത്തേക്ക് പോകാൻ നമ്മൾ ഏറ്റവും മേലെയാണ് ഈ കോട്ടേജ് സ്ഥിതി ചെയ്യുന്നത്. ഈ വില്ലേജിൻ്റെ ഏറ്റവും ടോപ്പിൽ. അതാണ് ലാസ്റ്റത്തെ വീട് എന്ന് പറഞ്ഞത്. പിന്നെ ഇതാണ് ആ വില്ലേജ്. ഇനി വില്ലേജൊക്കെ നല്ല അതായിട്ട് കാണിക്കാം. നമ്മൾ കോട്ടേജിലെത്തി. കോട്ടേജ് ഇതാണ് നമ്മൾ താമസിക്കുക. 2-3 ദിവസം ഇവിടെ ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് ഒരു അത്ഭുതമായിട്ടാണ് ഫസ്റ്റായിട്ട് കാണുമ്പോൾ തോന്നുന്നത് കേട്ടോ. എങ്ങനെയാണ്, ഏത് കോലത്തിലാണ് എന്നൊക്കെ ഉള്ളത്. അങ്ങനെ നമ്മൾ നേരെ നമ്മളെ റൂമിലേക്ക് പോയി. ഇതാണ് നമ്മളെ റൂം. ഇവിടെ ചെരുപ്പൊക്കെ അയച്ചു വെച്ച് ഇത്ര നേരം ഷൂ ഇട്ട് വെച്ചിട്ട് ആ ഷൂ കൊണ്ട് അയച്ചപ്പോൾ ഉള്ളൊരു സുഖം വേറെത്തന്നെ നിങ്ങൾക്കറിയാലോ. ഇനിയിപ്പോൾ ഇത് തുറക്കുക എന്തായിരിക്കും ഉള്ളിൽ എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് തുറക്കുന്നത്. പക്ഷെ തുറന്നില്ല. ഉള്ളിൽ നിന്ന് ആരോ കുറ്റി ലോക്ക് ചെയ്ത മാതിരിയാണ് ഫീൽ ചെയ്തത്. അങ്ങനെ വീണ്ടും ഒരു ശ്രമം കൂടി നടത്തിയപ്പോൾ ഇത് തുറന്ന്. അപ്പോൾ ഇതാണ് നമ്മൾ 2 ദിവസം താമസിക്കാൻ പോകുന്ന ഇത്. തണുപ്പ് അത്യാവശ്യമുണ്ട്. അത്യാവശ്യം തണുപ്പുണ്ട്. അതാണ് ഈ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് വീണ്ടും നടക്കുന്നത്. വെയിലിൻ്റെ ഇതുണ്ടെങ്കിലും പുറത്ത് നല്ല അത്യാവശ്യം തണുപ്പുണ്ട്. അപ്പോഴാണ് അക്കുവൊക്കെ ഒരു വീഡിയോ എടുക്കണം. ഞാൻ തുറക്കണ വീഡിയോ എടുക്കി അടിപൊളിയാവും തന്നെ. പക്ഷേ മൂഞ്ചിപ്പോയി ഗൈസ്, ഒന്നും കണ്ടില്ല. അപ്പോഴാണ് നമ്മൾ ഒരു ആടിനെ മേയിച്ച് നടക്കുന്ന ഗ്രാമവാസികളെ കണ്ടത്. വിറക് കൊണ്ടുപോകണവർ. ഇവരുടെ ജീവിതം ഇതേ മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ നേരെ കിച്ചണിൽ പോയി. കിച്ചണിലാണ്
കിച്ചണിൽ നമുക്ക് ചായ ഉണ്ടാക്കി കൊടുക്കേണ്ട അസീബ് ഖാൻ. അതാണ് പപ്പി, അസീബ് ഖാൻ്റെ സ്വന്തം. അസീബ് ഖാൻ നമ്മൾ വന്നുകൊണ്ട് മീനൊക്കെ വാങ്ങിയിട്ട് സെറ്റായിട്ടുണ്ട്. മീനും ചോറും കൂടിയാണ് ആൾ സെറ്റാക്കണത്. ഇപ്പോൾ ഇത് സമയം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം അതിന് ആ അസീബ് ഖാൻ പറഞ്ഞ് നമ്മൾ എന്തായാലും ഇപ്പോൾ ഭക്ഷണം കഴിക്കേണ്ട താഴെ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നമ്മളവിടുന്ന് അസീബ് ഖാനെ വെയിറ്റ് ചെയ്തതിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറി. അത് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് മീനും ചോറും ആൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളെല്ലാവരും കൂടിയിട്ട് ഉണ്ടാക്കി കുക്കറിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് മീൻ ഏതാണെന്നൊന്നും അറിയില്ല. ഇതാണ് പപ്പി, ആളെ സ്വന്തമാണ്. ആൾ കിച്ചൻ്റെ ഉള്ളിൽ കയറാനുള്ള ഇതില്ല, അപ്പോൾ അവിടെ നിൽക്കുള്ളൂ. എത്ര വിളിച്ചാലും ഉള്ളിലേക്ക് വരില്ല ആൾ. ഇത് മീൻ കണ്ട ഒരു ആവേശം എന്നൊക്കെ പറയാം. കുറച്ച് ദിവസമായിട്ട് പൊറാട്ടയും മാഗിയൊക്കെ തിന്നതാണ് നമ്മൾ. അപ്പോൾ ഇങ്ങനെ മീൻ കിട്ടുമെന്നും പ്രതീക്ഷിച്ചില്ല. മീൻ അസീബ് ഖാൻ നല്ല അടിപൊളിയായിട്ട് മസാലയൊക്കെ തേക്കുന്നുണ്ട്. നമ്മളെ നാട്ടിലത്തെ ഇതാണെന്ന് തോന്നുന്നത്, സിലോപ്പിയാണെന്ന് തോന്നുന്നുണ്ട്. പേരെന്തോ പറഞ്ഞ ആൾ, ഞങ്ങൾ അത് വിട്ടുപോയി. അപ്പോൾ മീനിങ്ങനെ കുഴച്ചിട്ട് അടിപൊളി മസാല കേട്ടോ, കാണുന്ന മാതിരി തന്നെയാണ്. ആൾ അടിപൊളി കുക്കുമാണ്. ഇവിടെ വന്ന ഭക്ഷണം കിട്ടാതൊന്നും നിങ്ങൾക്ക് ഇതുണ്ടാവില്ല. എങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ മതി, ആളുണ്ടാക്കി തരും. അപ്പോൾ ഇതാണ് പൽഗി ഗ്രാമം. 24 കുടുംബം മാത്രം ജീവിക്കുന്ന ഒരു മലയോര ഗ്രാമം. ഈ സ്ഥലത്തേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഈ കാണുന്ന വീടുകൾ, ഈ മലയും ഇതൊക്കെ കൂടി ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ചെറിയൊരു ആൾക്കാർ. ഇവർക്ക് കൃഷിയുണ്ട്. ഇവിടുന്ന് എന്താണ് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്നില്ല. ഇവിടുത്തെ വ്യൂ ഒക്കെ ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. നിങ്ങളെന്തായാലും ഈ സ്ഥലത്ത് ഒന്ന് വിസിറ്റ് ചെയ്യണം. വിസിറ്റ് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ ഏകദേശം ചോറ് സെറ്റായി. ചോറ് ഇങ്ങനെ സാജിയാണ് ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുക. ഇതാണ് സാജി, നമ്മൾ ഈ ടൂറിന് കാരണക്കാരനായിട്ടുള്ള ഒരുത്തെന്ന് പറയാം. ഒരു ദിവസം രാത്രി വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ മനാലി പോകുന്നുണ്ട്, വരുന്നോന്ന് ചോദിച്ച്. നമ്മളൊരു ക്യാമ്പിൽ നിന്ന്, ഒരു സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പിൽ നിന്ന് പരിചയപ്പെട്ടതാണ്. ഈവൻ ഈ ഇത് പോകുന്ന സമയത്ത് ഒരു 3 മാസത്തെ പരിചയം മാത്രമേ സാജിയും ഞങ്ങളും കൂടി ഉണ്ടായിരുന്നുള്ളൂ. അവന് ഒരു ദിവസം ഇങ്ങനെ വിളിച്ചിട്ട് നമുക്കൊന്ന് മീറ്റ് ചെയ്യണം, കോഴിക്കോടേക്ക് വരുമോയെന്ന് ചോദിച്ചു. ആൾ ഫറൂഖ്കാരനാണ്, എന്നെ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. അങ്ങനെ ഞങ്ങൾ പോയി മീറ്റ് ചെയ്ത് പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് ചോദിച്ചു. അങ്ങനെ ജോയിൻ ചെയ്ത് ഇന്നിപ്പോൾ നമ്മൾ പൽഗിയിൽ നിന്ന് ചോറുണ്ടാക്കുകയാണ്. ആൾ സൂപ്പറാണ്. ആളൊരു എൻജിനീയറും കൂടി ആട്ടോ. അപ്പോൾ മീനൊക്കെ ശരിയായി, പിന്നെ എല്ലാതും വിളമ്പി. മീനും ഒരു കറിയും ഉണ്ടായിരുന്നു. കുറച്ചനെ ഈ സമയത്ത് ഈ ചോറും ഇതും കൂടി ഈ ഒരു സ്ഥലത്ത് നിന്ന് കഴിക്കാൻ ആ ഭക്ഷണത്തിൻ്റെ ഒരു രസം വേറെ തന്നെയായിരുന്നു. എല്ലാവർക്കും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഈ പുക പോകുന്നതുകൊണ്ട് തണുപ്പായതുകൊണ്ട് കേട്ടോ. ഇതെങ്ങനെയാ വെച്ചാൽ കാണുമ്പോൾ ചൂടില്ലാത്തമാതിരി ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിലും നല്ല ചൂടായിരുന്നു, കൈ വെക്കാൻ പറ്റില്ല. അങ്ങനെ കറിയൊക്കെ ഒഴിച്ച് നല്ലൊരു ഇലക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അസീബ് ഖാൻ. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. അത് കിട്ടാതെ കിട്ടിയതുകൊണ്ടാണെന്നറിയില്ല, പക്ഷേ ഞങ്ങൾ ഒരുപാട് കഴിച്ചിട്ടോ. ഇത് കണ്ടാൽ മതി, ഈ ഒരു ഫ്രെയിമിൽ ഇരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞത്. ഇത്രയിൽ നമുക്ക് സ്ഥലങ്ങൾ എങ്ങനെയോ സ്പെഷ്യലായിട്ട് നമ്മുടെ മെമ്മറിയിൽ ഇരിക്കുന്നു, അതേമാതിരി ചില ഭക്ഷണങ്ങളും നമ്മുടെ മൈൻഡിൽ കയറിയിരിക്കും. അങ്ങനത്തെ ഒരു ഭക്ഷണമായിരുന്നു ഇത്, ഈ മീനും ചോറും. കാരണം നമ്മൾ ചപ്പാത്തി കഴിച്ചു കൊണ്ടിരിക്കുന്ന ഒരാഴ്ചൻ്റെ മേലായിട്ട് ചപ്പാത്തി മാത്രം കഴിച്ചിരുന്ന് നമുക്ക് പെട്ടെന്നൊരു ചോറും മീനും കേട്ടോ. ചോറും അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന വിഷയം. ഈ ചോറും മീനും പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയായിരുന്നു. ഞങ്ങളങ്ങനെ ഭക്ഷണം കഴിക്കായിരുന്നു എല്ലാവരും. ഇന്ന് കാര്യമായിട്ട് വേറെ പണിയൊന്നുമില്ല, ഈ ഭക്ഷണം കഴിക്കുക. ഇതാണ് അധികം. ഇനിയിപ്പോൾ വേറെ ഭക്ഷണമൊന്നും ഉണ്ടാവില്ല. ആടിനെ മേയിച്ച് നടക്കുന്നവരും അതിൻ്റെ ഇലകൾക്ക് ഇതാണ് ഇവരെ മെയിൻ പരിപാടി. ഇതിനെ മെയ്യാൻ പോവുക, അതിനെ തീറ്റെടുക്കുക എന്നൊക്കെയാണ്. അപ്പം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച്
ഏകദേശം സൺസെറ്റൊക്കെ ആയി. സൺസെറ്റൊക്കെ ഒരു രക്ഷയില്ലാത്ത ഇതിൻ്റെയൊക്കെ വ്യൂ അടുത്ത വീഡിയോയിൽ നമ്മളിതിൻ്റെ മേലെ നാളെ ട്രക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. ഒരു ഏകദേശം 2000 അടിൻ്റെ മേലെ നമ്മൾ നാളെ ട്രക്കിങ്ങിന് പോകുന്നുണ്ട്. ആ ട്രക്കിങ്ങിൻ്റെ വീഡിയോ പാരഡൈസ് എന്നാണ് പ്ലാൻ ഉള്ളത്. അതെങ്ങനെയാ വെച്ചാൽ ഒരു ദിവസം ട്രക്ക് ചെയ്തിട്ട് എവിടെ നിൽക്കുന്നോ അവിടെ ഒരു റെസ്റ്റിംഗ് ഏരിയ ഉണ്ടാവും, അവിടെ നിൽക്കുക. പിന്നെ അവിടുന്ന് പിന്നത്തെ ദിവസം അങ്ങനെ ഒരു 3-4 ദിവസത്തെ ട്രക്കിംഗ് ആണ് പ്ലാനിങ് ഉള്ളത്. നോക്കാം എങ്ങനെ പറ്റുന്നത്ര ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. നൈറ്റ് വ്യൂ ആട്ടോ നിങ്ങൾ കാണുന്നത്. ഞങ്ങൾ നൈറ്റ് അങ്ങനെ മജ്ലിസ് പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ തീയൊക്കെ കാഞ്ഞിരിക്കാൻ പറ്റിയ അവിടെ വന്നിരുന്ന് ഈ 2-3 മണിക്കൂർ നമ്മളിവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എങ്ങനെയത് പറയാമെന്നറിയില്ല. ഈ തണുപ്പത്ത് ഇവിടെ ചായയൊക്കെ ചൂടാക്കി ചായയൊക്കെ കുടിച്ച് അങ്ങനെയുണ്ട് ഇരുന്ന്. ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എന്തായാലും നിങ്ങളെ സപ്പോർട്ട് നമുക്ക് മസ്റ്റാണ്. നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യും. പിന്നെ നാളെ ട്രക്കിംഗ് ആണ്. 2000 അടി മേലെ ട്രക്ക് ചെയ്യുന്നുണ്ട്. ട്രക്കിങ്ങിൻ്റെ വീഡിയോ ആണ് വരുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ദ വീഡിയോ ബൈ കിസ.